ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ താമരേൻ്റെ ട്യൂബർ നടുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഞാനത് ഓൺലൈനിൽ വാങ്ങിച്ചതായിരുന്നു. പിന്നെ എന്താ ഈ തൃശ്ശൂരോ പാലക്കാടോ എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല ഏതൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം എന്താ പറയുക, അപ്പം ഞാനത് ഒരു ബേസിനിലേക്കാണ് വെക്കാൻ വിചാരിച്ചത്. രണ്ട് ബേസിൻ ഉണ്ടെങ്കിലും അതിൽ എൻ്റെ ഫിഷ് ടാങ്കിൽ വലിയ മീനുള്ള കാരണം ആ മീനിൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം വരാലിൻ്റെ. അപ്പം അതുങ്ങളെ ഈ വലിയ ടാങ്കിലുള്ള വലിയ മീനുകളുണ്ട്. അപ്പം അവർ തിന്ന് പോവല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ ഒരു ബേസിനകത്ത് അവരെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാരണം എനിക്കിപ്പോൾ ഒരു ബേസിനെ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ നടാമെന്ന് വിചാരിച്ചു. തൽക്കാലം ഞാൻ അതിൽ രണ്ട് ട്യൂബറും രണ്ട് സൈഡിലായിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലുപൊടി, ഇവിടെ മുൻപ് ഞാൻ ചെടിക്കും പച്ചക്കറി അങ്ങനത്തേനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചായിരുന്നു. എല്ലുപൊടിയാണ് ഇട്ടത്. കുറച്ച് എല്ലുപൊടി ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ നമ്മളെ വേപ്പിൻ പിണ്ണാക്കില്ലേ അതാണ് ഇടുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇതൊന്നും എനിക്ക് അറിയുന്ന കാര്യമൊന്നുമല്ല. ഇത് ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത് കണ്ട് പലതവണ കണ്ടിട്ട് ഞാൻ അതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം, ഭയങ്കര ഇഷ്ടമാണ് താമര. ഭയങ്കര ഇഷ്ടമുള്ള സാധനം താമര, ആമ്പലൊക്കെ കേട്ടോ. അപ്പോൾ അത് പിന്നെ അത് അടുത്തതായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്കും മറ്റേ എല്ലുപൊടിയൊക്കെ ഇട്ട് മിക്സാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി കേട്ടോ ഇടുന്നത്. ഈ ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി അല്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് നനവുണ്ട്. എനിക്കതുകൊണ്ട് ഭയങ്കര അറപ്പാട്ടുള്ള കാര്യം പറയുന്നതിനെന്താ, എനിക്ക് കൈക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ അത് കാരണം ആണ് ഞാനിട്ടൊരു ഗ്ലൗസ് ഇട്ടേക്കുന്നത്. ഈ ഗ്ലൗസ് എന്ന് പറയുന്നത് നമ്മൾ സംഭവം അലർജീൻ്റെ മാത്രമല്ല, ഈ ചാണകപ്പൊടി നനഞ്ഞ ചാണകപ്പൊടി ആയതുകൊണ്ടാണ് എനിക്ക് അറപ്പായിട്ട് ഞാനിത് എന്താ പറയുക ഈ ഗ്ലൗസ് ഇട്ടേക്കുന്നത് കേട്ടോ. അലർജി ഉണ്ട് താനും, എന്നാൽ ഇത് നനഞ്ഞ ചാണകപ്പൊടിയാണ്. അതിൻ്റെ ഒരു അർത്ഥം ഓർത്തിട്ട് കേട്ടോ. ഉണങ്ങിയ ചാണകപ്പൊടിയാണെങ്കിൽ ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടില്ല, കൈ കൊണ്ട് തന്നെ വാരും കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് ഞാനിപ്പോൾ എടുത്ത് കളഞ്ഞ എന്താ വെച്ചാൽ നമ്മുടെ ചാണകത്തിലുണ്ടാകുന്ന പുഴുവില്ലേ, ആ പുഴുവിനെ കേട്ടോ ഞാൻ എടുത്ത് കളഞ്ഞതിപ്പോൾ. എന്നിട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടി, കുഞ്ഞു പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഇട്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ വോയിസ് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ചും കൂടെ ചാണകപ്പൊടി ഇട്ട്, നമ്മൾ പിന്നെ ചാണകപ്പൊടി ഒന്നും ഇടൂലല്ലോ, ഇതിന് ഇടൂല എന്നാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ മണ്ണാണ് നമ്മൾ ഇടുന്നത്. ഈ മണ്ണ് എന്ന് പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ വേനലിൽ ഞാൻ പിന്നെ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സാക്കി സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ. കുറേ ചാക്കുകളിലാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ചെടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടും. പിന്നെ മഴക്കാലമൊക്കെ ആയാൽ നമുക്ക് ഈ ചളിപ്പിളിയായിട്ടുള്ള മണ്ണായിരിക്കുമല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ അത് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, കട്ട പിടിച്ചെടുക്കുമല്ലോ. അതുകൊണ്ട് ഞാനിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി കുറേ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ. എന്നിട്ട് അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് മണ്ണും ഇട്ടിട്ട് നമ്മളിതിലെ കല്ലും എല്ലാം പെറുക്കണം കേട്ടോ. വേസ്റ്റുകളൊക്കെ ഉണ്ട് ഇങ്ങനെ, കളകളൊക്കെ അല്ലേ അത്, പിന്നെ ഈ തെങ്ങിൻ്റെ ഓരോരോ മരത്തിൻ്റെയൊക്കെ വേരുകളൊക്കെ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിത് എടുത്ത് കളയണം. എന്നിട്ടാണ് അപ്പോൾ എന്താ പറയുക, എൻ്റെ കാല് വേദന. അങ്ങനെ നമ്മളതൊക്കെ പെറുക്കിയിട്ട് നല്ല വൃത്തിക്ക് ഇത് ഞാൻ ആദ്യം കുറച്ചിട്ടതിൻ്റെ ശേഷം നമ്മളിതിങ്ങനെ എടുത്ത് കളയണം. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല, കുറേ മണ്ണ് വാരിയിട്ടപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് മണ്ണ് ഒഴിവാക്കിയിട്ട് നമ്മളത് വീണ്ടും പെറുക്കിയതിൻ്റെ ശേഷം കുറച്ചും കൂടെ ഇടാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഒരു ലെയർ മണ്ണിട്ട് കഴിഞ്ഞിട്ട് ചില വീഡിയോ കണ്ടത് അങ്ങനെയാണ്, കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ അതായത് ആദ്യം നമ്മൾ ചാണകപ്പൊടി ഇടുന്നുണ്ടല്ലോ, അതിൻ്റെ മേലെ മണ്ണിട്ടിട്ട് പിന്നെ വീണ്ടും കുറച്ച്, അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം കുറച്ച് ചാണകപ്പൊടിയും കൂടെ അതിൻ്റെ മേളിലിട്ടിട്ടാണ് കേട്ടോ വീണ്ടും മണ്ണിടുന്നത്. അങ്ങനെ അങ്ങനെ തന്നെയാണ് ഞാൻ വീഡിയോ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് മണ്ണ് വീണ്ടും ഒഴിവാക്കിയിട്ട് ഇതൊന്ന് ഇളക്കി ഇതാക്കുക കേട്ടോ. ഈ ചാണകപ്പൊടിയും ഈ എല്ലുപൊടിയൊക്കെ ഉണ്ടല്ലോ ഒക്കെ കൂടെ ആയിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് കല്ലുകളും അതും ഇതൊക്കെ ഉണ്ട്, പെറുക്കണമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ അടുത്ത ലെയർ ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ.
എന്നിട്ട് അതൊക്കെ പക്ഷേങ്കിൽ എന്തോ ഒരു അബദ്ധം പറ്റിയെന്നറിയോ, അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ, അങ്ങോട്ട് പോകുമ്പം കാണാം. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാം എന്താ അബദ്ധം എനിക്ക് പറ്റിയെന്ന്. അപ്പം നമ്മളിങ്ങനെ കല്ല് ഇതൊക്കെ പെറുക്കിയിട്ട് നമ്മളിത് ഈ മണ്ണിങ്ങനെ അമർത്തി വെക്കും കേട്ടോ. അമർത്തി വെച്ചിട്ട് പിന്നെ കുറച്ചും കൂടെ ഇതിലേക്ക് ഇതിടണം, ഇത് മണ്ണിടണം. മണ്ണിട്ടതിന് ശേഷം കേട്ടോ നമ്മൾ ഇത് അമർത്തി വെക്കുക. അമർത്തി വെച്ചിട്ട് പിന്നെ എന്താ, എൻ്റെ ഗ്ലൗസ് കണ്ടോ? ഈ ഗ്ലൗസ് ആണെങ്കിൽ ഊരി ഇങ്ങനെ എന്താ മുന്നോട്ട് നീങ്ങി വരുന്നത്. നമ്മൾ ഈ കളറ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറ് വാങ്ങൂലേ മുടിയിൽ കളറ് ചെയ്യാൻ, അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഗ്ലൗസ് ആട്ടത്. അപ്പം അത് കാരണം അതിങ്ങനെ ഊരിച്ചാടിപ്പോകുന്നുണ്ട്. എനിക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കയറ്റിയിടുന്നതിനനുസരിച്ച് ഈ മണ്ണ് ഈ ഗ്ലൗസിൻ്റെ അറ്റത്തായിട്ട് ഇതിൻ്റെ കനം കാരണമെന്ന് തോന്നുന്നു താഴോട്ട് ചാടിപ്പോരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ചാണകപ്പൊടി നനഞ്ഞാണല്ലോ, അപ്പോൾ ഈ ഗ്ലൗസിലൊക്കെ അതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ആയിട്ട് ചാണകപ്പൊടിനകത്തുള്ള വെള്ളം അതൊക്കെ ഇങ്ങനെ കയ്യിൽ ഗ്ലൗസിൻ്റെ മുകളിലായിട്ട്, പിന്നെ മണ്ണിലേക്ക് അത് കൈ കുത്തുന്ന സമയത്ത് ആ മണ്ണും കൂടെ അതിൽ പറ്റി പിടിക്കുമല്ലോ, അതാട്ടോ സംഭവം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ അമർത്തി വീണ്ടും അതിലെ കളയൊക്കെ പറിച്ചല്ല പെറുക്കിയെടുത്തിട്ട് അമർത്തി വെച്ചിട്ട് നമ്മൾ ഇത് നടാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പം നമ്മൾ സൈഡിലൊരു കുഴി എടുക്കും കേട്ടോ. സൈഡിൽ ഇങ്ങനെ ഒരു കുഴിയൊക്കെ എടുത്തിട്ട്, കുഴിയെന്ന് വെച്ചാൽ ഒരു ചാല് പോലെ ചെറിയൊരു ചാലുണ്ടാക്കിയിട്ട് അതിൽ ഒരു ട്യൂബർ വെക്കും കേട്ടോ. ഇതാണെങ്കിൽ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന ട്യൂബറായിട്ട് ഇത് എങ്ങനെയാണ് നടുക എന്നൊന്നും എനിക്ക് പിടുത്തമില്ല. എന്തായാലും ഞാനത് നട്ടിട്ടുണ്ട്. പക്ഷേ ട്യൂബറൊക്കെ നന്നിട്ട് ഈ പൊളച്ചിൽ കാരണം ഒരു മണ്ണിൽ നിൽപ്പിക്കാൻ പറ്റണ്ടേ. പലവിധേനയൊക്കെ ശ്രമിച്ചു കേട്ടോ. ഇത് അത്ര കുഴപ്പമില്ല, വേറെ ഒരെണ്ണമുണ്ട്. അതാണ് എല്ലാം കൂടെ എന്താ തോണീൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അത് മണ്ണിൽ വെക്കുമ്പോൾ ഈ കുഞ്ഞാപ്പി ഇലകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പോവുകയും ചെയ്യരുത്, എന്നാൽ മണ്ണിൽ ഈ ട്യൂബറിനെ ഇറക്കി വെക്കുക വേണം. എല്ലാം കൂടെ ബുദ്ധിമുട്ടായി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ടോ ഗ്ലൗസ് കിടക്കുന്ന കിടപ്പ് കണ്ടോ, വലിച്ച് കീറാനൊക്കെ ഉള്ള ദേഷ്യമുണ്ട്. എന്നിട്ട് ഞാനതങ്ങനെ അവിടെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരെണ്ണം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇനി ഒരെണ്ണം നമ്മൾ മറ്റേ സൈഡിലേക്ക് വെക്കും കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് വെക്കണം ഇനി. ഇത് ഇത്രയും ഇലകളില്ല ഇപ്പം, പക്ഷെങ്കിൽ നമ്മൾ ഇത് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് ഇപ്പോൾ ഇന്ന് 21/9/2024 രാവിലെ കേട്ടോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചത് 8-ാം മാസത്തിൽ, അതായത് ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ ട്യൂബർ വാങ്ങിച്ചതും ഈ വീഡിയോ ചെയ്തതും. അപ്പം അതിൻ്റെ മറ്റേ സൈഡിലും കൂടെ നമ്മൾ മറ്റേ ഒരു ട്യൂബറും കൂടെ ഉണ്ടല്ലോ, 2 കളറാട്ടോ, ഒരു വെള്ളയും ഒരു മറ്റേ എന്താ റോസോ എങ്ങാണ്ടാണ്. അപ്പം നല്ല നല്ല തിക്കായിട്ടുള്ള നല്ല ഇതളുകളുള്ള ട്യൂബറാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്, താമരയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എന്തൊക്കെയോ കാണിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു വിധേന അത് നേരെ വെക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ വേരൊക്കെ ഉണ്ട്, അത് കാരണം പിന്നെ അങ്ങ് വളരുമെന്ന് വിചാരിച്ചു അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ ഒരു അതായത് ഞാൻ ഇന്ന് രാവിലെ നോക്കിയില്ല, ഇന്നലെ ഞാൻ നോക്കിയ സമയത്ത്, അതായത് വീഡിയോ എടുക്കുന്നത് 21/9 അപ്പോൾ ഇന്നലെ 20/9 ഞാൻ ഇന്നലെ നോക്കിയ സമയത്ത്, രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നോക്കിയ സമയത്ത് ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു എണ്ണമയം വെള്ളത്തിനുണ്ടെങ്കിലും, പക്ഷെങ്കിൽ തിരിച്ച് വന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ നിറയെ പച്ച പായൽ കെട്ടിക്കിടക്കുന്നു. അതെന്ത് മറിമായാന്നൊന്നും എനിക്കറിയില്ല, എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല പച്ച കളറിൽ പായൽ പിടിച്ചിട്ട് നമ്മൾ നല്ല കുളത്തിലൊക്കെ കാണൂലേ, ഉപയോഗിക്കാത്ത കുളത്തിലൊക്കെ എന്ന പോലെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഇപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു സംഭവം കാണാം കേട്ടോ. ഞാൻ ചകിരിച്ചോറൊക്കെ മിക്സാക്കിയ മണ്ണാണല്ലോ, എന്നിട്ട് നോക്കണം ഇതിനകത്ത് ഈ ചകിരിച്ചോറ് മൊത്തം പൊങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഒരു വൃത്തിയില്ല വെള്ളം കാണാനേ. എന്നിട്ട് ഞാനും കുഞ്ഞും കൂടി ഇതിൻ്റെ വെയിറ്റ് കാരണം പിടിച്ചുകൊണ്ട് പോകുക കേട്ടോ. കുഞ്ഞ് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട്
നല്ല വിറ്റാട്ടോ, നല്ല കനമുണ്ട്. ബേസിന് തന്നെ അത്യാവശ്യം കനമുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മണ്ണും ഇതെല്ലാം കൂടെ വരുമ്പം പറയണ്ടല്ലോ. അപ്പം നമ്മളിവിടെ വെച്ചിട്ട് ഇതിൽ വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ അതിൽ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ആട്ടോ വെള്ളം ഒഴിക്കുന്നത്. അതൊക്കെ നമ്മളിതിൽ കണ്ടിട്ട് അതുപോലെ ചെയ്തതാ. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചകിരിച്ചോറ് പൊങ്ങിയിട്ട് അപ്പടി വൃത്തികേട്. കുറേ ഞാനിങ്ങനെ ഊറ്റി ഊറ്റി കളഞ്ഞിട്ട് കയ്യിൽ അരിച്ചെടുത്ത് ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നാലും പിന്നെയും പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ മഴ പെയ്യുമ്പം പറയണോ, ഇതിലേക്ക് ഇങ്ങനെ ഈ മഴവെള്ളം ഇങ്ങനെ വീഴുന്നതിനനുസരിച്ച് വീണ്ടും ഇങ്ങനെ ഇതിലേക്ക് ഇതിൻ്റെ ചകിരിച്ചോറ് ഇങ്ങനെ പൊങ്ങി വരിക. ഒടുവിൽ ഞാനെന്ത് ചെയ്തു, അപ്പം ഞാനിതിങ്ങനെ ഈ ഇത് വാങ്ങിച്ച ആളുണ്ടല്ലോ, അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടോ. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക, ഒരു ഇതിൽ തന്നെ ഒരു പോട്ടിൽ തന്നെ രണ്ടെണ്ണം വെക്കാൻ പാടില്ല, ഒരെണ്ണത്തിൽ ഒരെണ്ണേ വെക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അത് കാരണം ഞാൻ എന്ത് ചെയ്തു, പിന്നെ അന്ന് ഞാൻ പിന്നെ മാറ്റാൻ പോയില്ല. അന്നല്ലല്ലോ അന്ന് രാത്രിയോ പിറ്റേന്നാന്ന് തോന്നുന്നു, ഞാൻ അതേപടി ഇതിങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട്, ഈ ചകിരിച്ചോറ് പൊങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ പിറ്റേന്നാന്ന് തോന്നുന്നു അവനെ വിളിച്ചിട്ട്, ഇങ്ങനെ വിളിച്ചതല്ല, മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരെണ്ണത്തിൽ ഒരു പോട്ടിനകത്ത് ഒരെണ്ണേ വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് മാറ്റി അതിൽ നിന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ പിന്നെ ഇത് ഇതിൽ മണ്ണിലേക്ക് വേര് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇളക്കി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നശിച്ചു പോകൂലേ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ പിറ്റേന്ന് തന്നെ ഞാൻ വേറെ 2 വലിയ ചട്ടിയുണ്ട്, ചെടിച്ചട്ടിയുണ്ട്, കുറച്ച് വലിപ്പമുള്ള. ആ ചെടിച്ചട്ടീൻ്റെ അകത്തേക്ക് 2എണ്ണം എടുത്തിട്ട് അതിലേക്ക് ഓരോരോ ഇതാക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇത് കണ്ടോ, ചകിരിച്ചോറ് പൊങ്ങി പൊങ്ങി വരുന്നുണ്ടോ. അപ്പം അങ്ങനെ ഞാനങ്ങനെ മറ്റേ ചട്ടിയിലേക്കൊക്കെ മാറ്റുമ്പോൾ ഞാൻ ഈ മണ്ണ് ഉപയോഗിച്ചില്ല കേട്ടോ. അതിന് വേണ്ടി ഞങ്ങൾ വേറെ പറമ്പിൽ നിന്ന് വേറെ മണ്ണ് എടുത്തു. എന്നുവെച്ചാൽ അധികം ചളിയൊന്നുമില്ല, എന്നാലും പിന്നെന്താണേലും ഇതിനിപ്പം ചളിയുള്ള മണ്ണാണ്, ചളി പോലെ ആയ മണ്ണാണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഇത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ടല്ലോ നമ്മൾ. അത് കാരണം ഞങ്ങൾ അത്യാവശ്യം ഡ്രൈ ആയിട്ട് കിടക്കുന്ന മണ്ണ് കൊത്തിയെടുത്തിട്ട് അത് മറ്റേ 2 ചട്ടിയിലും സെയിം ഈ സംഭവങ്ങളൊക്കെ തന്നെ ചേർത്തിട്ട് അതേപോലെ തന്നെ ഞങ്ങൾ ആ ചട്ടിയിലേക്ക് പിന്നെ ഈ ട്യൂബറിനെ മാറ്റിയിട്ടോ, 2ലും ഓരോന്നാക്കി വെച്ച്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് ബാത്ത് ടബിലേക്ക് വെച്ചിട്ടോ. ബാത്ത് ടബിൽ 2 സൈഡിലായിട്ട് വെച്ച് ഒരു സ്ഥലത്ത് ഇത് വെച്ചു ആദ്യം. ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ നോക്കുമ്പോൾ അവിടെ എന്താ സ്ഥിതി, കുറച്ച് ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ ഇലകൾ ഉണ്ടാവുന്നുണ്ട്, എല്ലാം എന്താ പറയുക ചീഞ്ഞു പോവുക. അപ്പം ഞാനത് വീണ്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച സമയത്ത് പറഞ്ഞ് ഇങ്ങനെ അത് നല്ല വെയിലുള്ള സ്ഥലത്ത്, ഞാൻ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്തായിരുന്നു ആദ്യം വെച്ച്, എന്നാൽ അതിനേക്കാളും വെയിലുള്ള സ്ഥലത്ത് വേണം വെക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും അതിനെ എന്ത് ചെയ്തു, വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയാണുള്ളത്. പക്ഷേ ഇവൻ തന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇലകളെല്ലാം ചീഞ്ഞ് പോയിട്ട് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഒരു 4 ഇലകളൊക്കെ 4-5 ഇലകളുണ്ട്. പക്ഷെ ഒരെണ്ണത്തിൽ 2 ഇലയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, ഇത് എല്ലാം കൂടി ചുരുണ്ട് നിൽക്കുന്നത്, കുഴിച്ചിടാൻ ഇച്ചിരി പണിയായി എന്നൊക്കെ പറഞ്ഞ അതിലാണ് കേട്ടോ ഒരിലയേ ഉണ്ടായിട്ടുള്ളൂ, 2 ഇലയേ ഉള്ളൂ. ഇപ്പം ബാക്കിയൊക്കെ ചീഞ്ഞ് പോയിട്ടോ. എന്നിട്ട് അങ്ങനെ ഇത് ഞാനിപ്പോൾ അതിൽ നിന്ന് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചകിരിച്ചോറിനെ ഊറ്റിക്കളയുക കേട്ടോ, കയ്യിലേക്ക് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് കളയുക. എന്താ പറയുക, അപ്പടി വൃത്തികേടായി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ബാത്ത് ടബിൻ്റെ അകത്ത് അതിലും ഞാൻ വെള്ളം നിറച്ചിട്ട് എന്നിട്ടാണ് ഈ പോട്ട് 2 അതിൽ ഇറക്കി വെക്കുന്നത് കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായി, ഈ പോട്ടിൽ കുറച്ചേ മണ്ണുള്ളായിരുന്നു എന്ന് തോന്നുന്നു. മണ്ണിൻ്റെ ഒരു കുറവുള്ള കാരണം ഈ പോട്ടെല്ലാം കൂടി പൊങ്ങി പോകുന്നു ഞാൻ നോക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ, അതിലേക്ക് 2 പോട്ടിനകത്തേക്ക് ഓരോ കല്ല് വീതം ഇറക്കി വെച്ചു കേട്ടോ. അങ്ങനെ അതിനെ അങ്ങനെ നിർത്തി. എന്താ വെച്ചാൽ അത് പൊങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി. എന്താ വെച്ചാൽ ആ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നേ. ഈ മഴ ഉള്ള കാരണം എന്താ, ഈ ബാത്ത് ടബിൻ്റെ അകത്ത് വെള്ളം നിറയുന്ന സമയത്ത് എന്താവുന്നു, ഈ പോട്ടിൽ കുറച്ച് മണ്ണല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പിറ്റേന്നല്ല പിറ്റേന്നാന്ന് തോന്നുന്നു
ഞാൻ നോക്കും ഇങ്ങനെ ഈ പോട്ടുകൾ ഞാൻ വെച്ച സ്ഥലത്തല്ല ഇങ്ങനെ ഒഴുകി കളിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു അറിയോ, അതിൽ ഞാനും കുഞ്ഞും കൂടെ ഓരോ കല്ലെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചു, ഇളകി പോവാണ്ടിരിക്കാൻ. അങ്ങനെ ഇതാണ് കേട്ടോ, ഈ ബാത്ത് ടബിൽ ആണ് ഞങ്ങൾ വെച്ചേക്കുന്നത്. കണ്ടോ, കല്ല് വെച്ച് കണ്ടോ, അങ്ങനെ കല്ലൊക്കെ വെച്ച്. പിന്നെ ഞങ്ങളിവിടെ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു 2 കുഞ്ഞി ചട്ടിയിൽ. അപ്പം അതും നമ്മൾ ഇതിനകത്ത് വെച്ചു. പിന്നെ ഈ ബാത്ത് ടബിലേക്ക് നമ്മൾ കുറച്ച് ഗപ്പീനെയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗപ്പി ഉണ്ടായിരുന്നു, ഒരു 10-30 ഗപ്പീൻ്റെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തോട്ടിൽ നിന്ന് പിടിച്ച കുറച്ച് വലിപ്പമുള്ള 2 മീനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ സമയത്ത് നമ്മളെ ഇതില്ലേ, മറ്റേ ഈ ഗപ്പീനെ കുറേ എണ്ണം കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ തോട്ടിലുണ്ടായിരുന്ന മീനില്ലേ, ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ള മീനായിരുന്നു. എനിക്ക് തോന്നുന്നു അതുങ്ങൾ തിന്ന് കാണുമായിരിക്കുമോ എന്ന് വെച്ചാൽ കുറേ എണ്ണത്തിനെ കാണുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കി. ഇതൊക്കെ കല്ലുകൾ, ഈ കളർ നമ്മൾ പിന്നെ ഇതുണ്ടായിരുന്നു ആദ്യം ഇവിടെ കുഞ്ഞി ബൗളില്ലേ, അക്വേറിയം കുഞ്ഞി, ആ ബൗളിനകത്ത് ഉണ്ടായിരുന്ന കല്ലുകളാട്ടോ അത്. പിന്നെ നമ്മൾ ടേബിളിൻ്റെ ഗ്ലാസ്സിനടിയിൽ ഇടാനും കൂടെ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചായിരുന്നു. കളർ കല്ലുകളാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ചട്ടീനകത്ത് കല്ലിൻ്റെ മുകളിലൊക്കെ എന്തോ ജീവികളൊക്കെ കുഞ്ഞു കളിപ്പാട്ടങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.